അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. അത് പലർക്കും അറിയാവുന്നുണ്ടാവും, എന്നാലും അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ VS കോഡിൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്യണം. അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ശേഷം VS കോഡ് എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഡൗൺലോഡ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന ഈ ഒരു വെബ്സൈറ്റ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് വരുന്നതാണ്. അവിടെ ഡൗൺലോഡ് ഫോർ വിൻഡോസ്, ഡൗൺലോഡ് ഫോർ നിങ്ങളുടെ ഏതാണോ ഡിവൈസ് എന്ന് സെലക്ട് ചെയ്യുക. ഞാൻ വിൻഡോസ് ആണ്. അപ്പോൾ ഗെറ്റിംഗ് ഡൗൺലോഡിങ് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 73 MB ആപ്ലിക്കേഷനാണ്, സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോയുടെ സെറ്റ് ഫയൽ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, .exe ഫയൽ. അപ്പോൾ അത് നേരെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പെർമിഷൻ ചോദിച്ച് വരുന്നതാണ്. അതിൽ അക്സെപ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, വീണ്ടും നെക്സ്റ്റ്. ശേഷം ഡെസ്ക്ടോപ്പിൽ ഇതിൻ്റെ ഐക്കൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ലോഞ്ച് എന്നതിൽ ടിക്ക് കൊടുത്താൽ നമുക്ക് നേരെ ലോഞ്ച് ചെയ്യുന്നതാണ്. ഞാൻ ലോഞ്ച് എന്ന് ടിക്ക് കൊടുത്ത് തന്നെ ഫിനിഷ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന ഈ സോഫ്റ്റ്വെയർ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ഉള്ള ഒരു കോഡ് എഡിറ്ററാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. അപ്പോൾ ഇതിൽ ഗെറ്റ് സ്റ്റാർട്ട് എല്ലാം ഡിലീറ്റ് ചെയ്യാം. ഇനി അടുത്തതായി ഞാൻ ഇതിലൊരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ലൈൻ സെർവർ എന്ന പ്ലഗിനാണ്. ഇതിൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്താൽ ഒരുപാട് യൂസുകൾ. ഇതിനു വേണ്ടി ഓപ്പൺ ഫോൾഡർ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ശേഷം ഇതിൽ ആഡ് ഫയൽ കൊടുക്കുന്നു. index.html എന്ന ഫയലാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ഫെസിലിറ്റി എന്താണെന്ന് വെച്ചാൽ HTMLൻ്റെ ബേസിക് സ്ട്രക്ചർ കിട്ടാൻ Shift+1, അതായത് എക്സ്ക്ലമേഷൻ മാർക്ക് പിന്നെ എൻ്റർ അടിച്ചാൽ നേരെ അതിൻ്റെ ബേസിക് സ്ട്രക്ചർ വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ എല്ലാ ഫയലുകളും സൈഡിലോട്ട് നീങ്ങിയിരിക്കുന്നത് കാണാം. ഇത് നമുക്ക് കറക്റ്റാക്കി വെക്കണമെങ്കിൽ Alt+Z എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫുൾ സ്ക്രീൻ ചെയ്യാം. എന്നിട്ട് ഈ ലൈൻ സെർവറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓപ്പൺ ലൈൻ സെർവർ എന്ന് ക്ലിക്ക് ചെയ്താൽ അത് ഇൻസ്റ്റാൾ ചെയ്താൽ ഓപ്പൺ വിത്ത് ലൈൻ സെർവർ എന്ന് കിട്ടും. ഇപ്പോൾ ഞാൻ ഓപ്പൺ വിത്ത് ലൈൻ സെർവർ ക്ലിക്ക് ചെയ്തപ്പോൾ നേരെ ഇതിൻ്റെ ഫയൽ ലൈൻ സെർവറിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈൻ സെർവർ അല്ലെങ്കിൽ നമ്മൾ ഓരോ എഡിറ്റ് ചെയ്തതിന് ശേഷം റീഫ്രഷ് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ, സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ ലോഡ് ആവുകയുള്ളൂ. എന്നാൽ ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഇതിൽ വരുത്തുന്ന എഡിറ്റിംഗ് നേരെ അവിടെ സേവ് ചെയ്യുമ്പോൾ തന്നെ ലോഡാവുന്നതാണ്. ഇപ്പോൾ ഞാൻ സേവ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഇവിടെ നെയിം മാറിയത് കാണാം. ടൈറ്റിൽ Kallan എന്ന് അപ്പോൾ തന്നെ മാറിയത് കാണാം. ഇനി അതുപോലെ ബോഡിയിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. H1 ടാഗിൽ ഹലോ വേൾഡ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. സേവ് ചെയ്യുമ്പോൾ തന്നെ ഹലോ വേൾഡ് എന്ന് ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ലൈൻ സെർവർ വെച്ച് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ലൈൻ സെർവർ എന്ന പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ബാക്കിയുള്ള ട്യൂട്ടോറിയൽസ് എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഈ VS കോഡ് ഉപയോഗിച്ചുള്ള എഡിറ്റിങ്ങുകളും കാര്യങ്ങളും കോഡിങ്ങും കാര്യങ്ങളും എല്ലാം അടുത്ത ട്യൂട്ടോറിയലിൽ പറയുന്നതാണ്.